ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഈ വ്ളോഗിനകത്ത് എൻ്റെ ഗ്രാജുവേഷൻ്റെയും പിന്നെ അതിൻ്റെ ഷോപ്പിങ്ങും പ്രിപ്പറേഷൻസ് എല്ലാം കൂടി ഒരു കൊളാഷ് പോലെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സാണല്ലോ ആദ്യം ഫോൺ വെക്കേഷന് ചിന്തിക്കുന്നത്, എന്തിടും അങ്ങനെ ചിന്തിച്ച് ഭയങ്കര വെറൈറ്റി ആയിട്ട് സാരി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സാരി വാങ്ങാൻ, ആക്ച്വലി എനിക്കല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിത്യ പി രാജേഷിനെ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനും അവളും കൂടി പോവുക. അവൾക്ക് ഷോപ്പിംഗ് ഒട്ടും തന്നെ ഇഷ്ടമല്ല, എനിക്കാണെങ്കിൽ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഭയങ്കര സിങ്കുള്ള ആൾക്കാരായതുകൊണ്ട് അവൾക്ക് എന്ത് തുണി കഷ്ണം വാങ്ങാൻ ഞാൻ പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ചൂട്ടും കൊളുത്തി അവൾക്ക് ലീവുള്ളൊരു ദിവസം ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പം ട്രിവാൻഡ്രത്ത് ആർ.കെ വെഡ്ഡിങ് മോളിൽ നിന്നൊരു കട തുറന്നു. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നോക്കാൻ ഐശ്വര്യമായിട്ട് അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് പോവുകയാണ്. ദിസ് ഇസ് ആദിത്യ പി രാജേഷ്. ഞങ്ങളോടൊരു ഹായ് പറയുന്നുണ്ട്. അപ്പോൾ അവൾ മന്ദബുദ്ധിനെ പോലെ ക്യാമറ നോക്കി കിണിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും അവളോട് ഫോഴ്സ്ഫുള്ളി ഹായ് പറയാമെന്ന് പറയുമ്പോൾ അവൾ ഹായ് പറയുന്നു ഗൈസ്. അങ്ങനെ ഇവൾ ഭയങ്കര സീരിയസ് ആയിട്ട് മാപ്പിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, കാരണം ഞാനത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൾ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആർ.കെ വെഡ്ഡിങ് മോളിലെത്തി. ആസ് യൂഷ്വൽ ഞങ്ങൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നോർമൽ ടോപ്പുള്ള സെക്ഷനിലൊക്കെ പോകുന്നു. പിന്നെ നമ്മൾ സാരി സെക്ഷനിൽ വന്ന് ഈ സാരി കണ്ട് ഞങ്ങൾ ഫോളനായി. അങ്ങനെ ഞങ്ങൾ ഉടുത്തൊക്കെ നോക്കിയപ്പോഴാണ് അവിടുത്തെ ചേച്ചി ഇതിൻ്റെ വില പറഞ്ഞ് 10,000 രൂപ. അപ്പം തന്നെ ഞാൻ താഴെ വെച്ച്. പിന്നെ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഇതിന് 8,000 റുപ്പീസാണ്. ഞാൻ അപ്പോൾ അത് വീണ്ടും താഴെ വെച്ച്. അങ്ങനെ ഞങ്ങൾ ബഡ്ജറ്റ് സാരീസൊക്കെ നോക്കി, അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഉടുത്ത് നോക്കി. അങ്ങനെ അവൾക്കാണ് സാരി വാങ്ങാൻ പോയതെങ്കിലും ഞാൻ വിൻഡോ ഷോപ്പിങ്ങിനാണ് വന്നതെങ്കിലും ഈ സാരി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഏകദേശം ഈ ഒരു കളറായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്നെ ഫോഴ്സ്ഫുള്ളി നോക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മെൻ്റലി പ്രിപ്പയർഡായി ഓഫ്ലൈൻ ഷോപ്പിങ്ങിന്. അങ്ങനെ ഞാൻ ഉടുത്ത് നോക്കുകയാണ്. ആൻറ്റി എന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഉടുത്ത് നോക്കുകയാണ്. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഗൈസ് അവിടെ നിന്നിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റാച്ചുവിനെ പോലെ നിന്ന് ഇവളുടെ കയ്യിൽ ക്യാമറ കൊടുത്ത്. അപ്പോൾ ഇവള് 360 ഡിഗ്രിയൊക്കെ ഫോൺ കറക്കിയിട്ടൊക്കെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. സോറി, അതുകൊണ്ട് നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ സാരിയൊക്കെ ഉടുത്ത് നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ഫേക്ക് സ്മൈലൊക്കെ കൊടുക്കുവാണ്. ആദിത്യ പി രാജേഷിൻ്റെ അച്ഛൻ എൻ്റെ ഫോട്ടോ ഇങ്ങനെ തെലുങ്കും വെലങ്ങും ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നു. പിന്നെ ഞാൻ സിംഗിൾ പ്ലേറ്റ് ഇട്ട് നോക്കി ഞങ്ങൾ തെലുങ്കും വെലങ്ങും നോക്കി. ഫൺ ഫാക്റ്റ്, ഞാൻ ഈ സാരി വാങ്ങിച്ചത് പോലുമില്ല. ഞങ്ങൾ ബില്ലടയ്ക്കാൻ പോയപ്പോൾ അതിനകത്ത് ചെറിയ ഡാമേജ് ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഈ സാരിയല്ല എടുത്ത്, ഈ ബ്ലൂ സാരിയാണ് എടുത്തത്. ബ്ലൂ, അതൊരു ടീൽ കളറായിരുന്നത്. പിന്നെ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയി ഗൈസ്. അപ്പോഴേക്ക് രാത്രിയായി. നമ്മൾ ഷോപ്പിംഗ് പോയ സമയം അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എനിക്ക് ഫുൾ സാരി സ്പോൺസർ ചെയ്തേക്കുന്നത് ആദിത്യ പി രാജേഷാണ്. ഇവൾ വലിയ ജോലിക്കാരി ആയതുകൊണ്ട് എനിക്കിത് വാങ്ങിത്തരണം എന്ന ഒറ്റ വാശിയിൽ വാങ്ങിത്തന്നു. എന്നിട്ട് ഞങ്ങൾ കാറിലിരുന്നപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഒറ്റ ബാഗിലാണ് സാധനം മേടിച്ചത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ കാറിലിരുന്ന് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ അന്നത്തെ ദിവസം ഗുഡ് ബൈ പറഞ്ഞു തീർന്നു. ഇതാണ്ട് എൻ്റെ പാർസൽസൊക്കെ എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഞാൻ സാരി വാങ്ങിച്ച സ്ഥിതിക്ക് ഓൺലൈനിൽ നിന്ന് ഓർണമെൻറ്റ്സ് മേടിക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാ പാർസലും വന്നു. ഇതൊക്കെ എൻ്റെ ഫേക്ക് റിയാക്ഷൻസ് ആണ് ഗൈസ്. ഞാൻ ആക്ച്വലി വളരെ നേരത്തെ വന്നായിരുന്നു, ഇതൊക്കെ ഊരി ഇട്ടൊക്കെ നോക്കി. അതുകൊണ്ട് ഇതൊരു ഒത്തൻറ്റിക് റിയാക്ഷനല്ല, ഞാൻ അഭിനയ റാണിയാവുകയാണ് ഇവിടെ. പക്ഷേ ഈ ആമസോണിൻ്റെ പാർസൽ ഒത്തൻറ്റിക് റിയാക്ഷനാണ്, കാരണം ഈ ഒരു പാർസൽ ഭയങ്കര ലേറ്റായി വരാനായിട്ട്. അപ്പം ബാക്കി 2 പാർസൽസ് ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഞാൻ ആക്ച്വലി 2 കമ്മൽ വാങ്ങിച്ച് നോക്കി, അതിലൊരു കമ്മലാണിത്. എനിക്ക് 2 കമ്മലും ഓൺലൈനിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതാണെന്ന് നേരിട്ട് കണ്ടിട്ട് ഒരെണ്ണം റിട്ടേൺ ചെയ്യാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അല്ലാണ്ട് 2 വാങ്ങാനുള്ള അവസ്ഥയില്ല ഗൈസ് എൻ്റെ കുടുംബത്തിൽ. അപ്പം ഞാൻ ഈ കമ്മലിൻ്റെ റിയാക്ഷൻ, ആക്ച്വലി എനിക്ക് ആ റിയാക്ഷൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വിചാരിക്കുന്ന പ്രതീക്ഷിച്ചില്ല ഈ കമ്മൽ. അതാണ് എനിക്ക് അങ്ങനെ ഒരു റിയാക്ഷൻ വന്നത്. ഞാൻ ഇതാണ്ട് 1 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് എൻ്റെ ഫ്ലിപ്കാർട്ടിലെ കമ്മലും കൊണ്ടുവരുവാണ്. ഇത് ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു റോസ് ഗോൾഡ് ബോഡിയിൽ സ്റ്റോൺ വർക്ക് വരുന്നൊരു കമ്മലായിരുന്നു. മറ്റേത് സിൽവറായിരുന്നു. ആക്ച്വലി എനിക്ക് 2 ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ 2 കമ്മലും വെച്ചൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? അങ്ങനെ ഞാൻ അത് വെച്ച് നോക്കുന്നു, ഇത് വെച്ച് നോക്കുന്നു. ഇത് ആക്ച്വലി സിൽവർ കമ്മലാണ്. സിൽവർ ബോഡിയാണ്, ഇതിനകത്ത് റോസ് ഗോൾഡാണ്. ആക്ച്വലി ഞാൻ ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ അത് വെച്ച് നോക്കുന്നു, പിന്നെ ഇത് വെച്ച് നോക്കുന്നു, പിന്നെ ഞാൻ 2ഉം വെച്ച് നോക്കുന്നു. ഞാൻ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറയുക. അങ്ങനെ ലാസ്റ്റ് ഞാൻ ബ്ലൗസൊക്കെ കൊണ്ട് തയ്പ്പിക്കാൻ കൊടുത്തു. പിന്നെ ദേണ്ട ഗായ്സ്, തലേന്നത്തെ ദിവസം നവിമോൾ ട്രിവാൻഡ്രത്തിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തലേന്ന് തന്നെ ഇവിടെ കുറേ റീൽസൊക്കെ തെലുങ്കും വെലങ്ങും ഒക്കെ എടുത്ത്, പക്ഷെ അതൊന്നും അപ്ലോഡ് ചെയ്തില്ല, കാരണം കാക്കാശിന് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ മിഡ് നൈറ്റ് ആയപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന് കരുതി. നെയിൽ പോളിഷൊക്കെ മാസമായിട്ട് ഇടുന്നുണ്ട്.
ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്, ഒരു പരിപാടിയുടെ തലേന്ന് നേരത്തെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കും, പക്ഷെ ഉറങ്ങത്തില്ല. അങ്ങനെ മിഡ് നൈറ്റ് ആയപ്പോൾ അവൾക്ക് അവളുടെ മുടി കേൾ ചെയ്യണമെന്ന് തോന്നി. അവളുടെ മുടി സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അവൾ കേൾ ചെയ്തു. എൻ്റെ മുടി കേൾ ആയതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പലതരം കഴപ്പുകൾ കാണിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു, ബ്യൂട്ടി ഈസ് പെയിൻ, പെയിൻ ഈസ് ഗെയിൻ, ഗെയിൻ ഈസ് പെയിൻ, അങ്ങനെ എന്തൊക്കെയോ പിച്ചും പെയും പറയുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ മിഡ് നൈറ്റ് ആയപ്പം ഞങ്ങൾ ചുമ്മാ ട്രയലിന് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് നോക്കി, അവൾ കേളൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ ഇതൊന്നും നടന്നില്ല. എൻ്റെ ഗ്രാജുവേഷൻ അന്ന് എൻ്റെ മുടി കേളിയായിരുന്നു, അവളുടെ മുടി സ്ട്രെയിറ്റ് ആയിരുന്നു. അതാണല്ലോ അതിൻ്റെ കാര്യങ്ങളുടെ കിടപ്പ്. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്യുന്നതല്ലല്ലോ വരുന്നത്. പിന്നെ ദിസ് ഈസ് ദ ഡേ, ദ ബിഗ് ഡേ, ദ സ്മോൾ ഡേ. അന്ന് രാവിലത്തെ മേക്കപ്പ് പരിപാടിയാണ്. ഞാൻ ബ്ലഷൊക്കെ ഇട്ട് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പാട്ടൊക്കെ ഇട്ട് വൈബായിട്ടാണ് തുടക്കത്തിൽ റെഡിയായത്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സാരി എടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഒരു നെട്ടോട്ടമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടി സ്ട്രെയിറ്റ് ചെയ്താലോ എന്നും പറഞ്ഞാൽ ഞങ്ങൾ സ്വല്പം സ്ട്രെയിറ്റൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മുടി എത്ര സ്ട്രെയിറ്റ് ചെയ്താലും കൂടി സ്ട്രെയിറ്റ് നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കാറിലൊക്കെ കയറി കോളേജിലോട്ട് പോവുകയാണ് ഗായ്സ്. അങ്ങനെ ലാസ്റ്റ് കോളേജ് എത്തി. അപ്പോൾ അവിടെ അക്ഷയ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും നമിതയും എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഗായ്സ്. എൻ്റെ ഫോട്ടോ എടുത്തു, പിന്നെ നമ്മൾ നമിതയുടെ ഫോട്ടോ എടുത്തു. ഇതാണ്ട് ഗായ്സ് എൻ്റെ കോളേജ്, ആൻഡ് ദാറ്റ് സ്നേഹ സുഭാഷ്. അങ്ങനെ ഞങ്ങൾ തെല്ലങ്ങും വെല്ലങ്ങും ഫോട്ടോസ് എടുത്തു. കാരണം അതാണല്ലോ മെയിൻ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് വിളിച്ചു വരുത്തി, മതി എടുത്തതെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കോട്ടും തൊപ്പിയൊക്കെ തന്നു. അപ്പോഴത്തേക്ക് ശില്പൻ ബംഗാളിൽ നിന്ന് ലാൻഡായി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ കുറേ ഫോട്ടോസ് ചെന്നമ്പനും എടുത്തു. അപ്പോഴത്തേക്ക് ഞങ്ങളടുത്ത് താഴോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്യൂ ആയിട്ട്, ഈ മഴയത്ത് ഞങ്ങൾ എന്തിനാണ് നിർപ്പിച്ചതെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അവിടുത്തെ ഒരു ആചാരമായിരിക്കും. അങ്ങനെ മഴ ഞങ്ങളുടെ ആചാരത്തിനെ മുടക്കിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും വീണ്ടും അകത്ത് വന്നു. ദാറ്റ്സ് തുഷാർ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി എൻ്റെ കോളേജിൻ്റെ ഒരു ആചാരം എന്ന് വെച്ചാൽ ഞങ്ങളെ ഓഡിറ്റോറിയം വരെ നടത്തിച്ച് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഭയങ്കര അടിപൊളി പിള്ളേരായതുകൊണ്ടും മഴ വന്നുകൊണ്ടും ഞങ്ങളെ ബസ് കയറ്റിയാണ് കൊണ്ടുപോയത്. ദാണ്ട് ഗായ്സ് ശ്രേയ. ഞാൻ ആദ്യത്തെ ടേക്കിൽ ശ്രേയ കിട്ടിയില്ല, അതുകൊണ്ട് രണ്ടാമത്തെ ടേക്ക് ഒന്നുകൂടെ എടുത്തു. ഞാൻ നിങ്ങളെ ശ്രേയ കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ബസ്സിൽ നിന്ന് നടന്ന് ഞങ്ങളവിടെ നിന്ന് സീറ്റ് വന്നിരുന്നു. നമ്മൾ റോൾ നമ്പർ വൈസാണ് ഇരുന്നത്. അതാണ് നമിതയ്ക്ക് ഞാൻ ഹായൊക്കെ കാണിപ്പിച്ചു. ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഓഡിറ്റോറിയം. പിന്നെ എനിക്ക് അവിടെ നിന്ന് കുറേ നേരം ബോറടിച്ച് ഗൈസ്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ കമ്മലിൽ എന്തോ പറ്റി അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ കേൾസൊക്കെ എന്തായാലും നല്ല കേരളി ആയിട്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തൊപ്പിയൂരുന്നു, തൊപ്പിയിടുന്നു. എനിക്കറിയത്തില്ല, ആ തൊപ്പി എൻ്റെ തല ഇരിക്കുന്നില്ലായിരുന്നു ഗൈസ്. അപ്പം ഞാനിങ്ങനെ തൊപ്പിയൂരുന്നു ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാനവിടെ എല്ലാവരുടെയും ലെക്ചേഴ്സൊക്കെ കേട്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ എൻജോയ് ചെയ്ത് ഞാൻ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ട് അറിയത്തില്ലേ, ഞാൻ എൻജോയ് ചെയ്യുവാണ് വിശന്നിട്ടെന്ന്. അങ്ങനെ ഭയങ്കര ഒരു എൻജോയബിൾ മൊമെൻ്റ് ആയിരുന്നു. അവിടെ പ്രിൻസിപ്പളുടെയും ഫാദറിൻ്റെയും ചീഫ് ഗസ്റ്റിൻ്റെയൊക്കെ ലെക്ചേഴ്സ് നടക്കുമായിരുന്നു. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞോളാം, ഞാൻ തൊപ്പിയിട്ട് നടന്നു. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഞാൻ 3 വർഷം കരഞ്ഞ് നിലവിളിച്ചിട്ടായാലും പാസ്സായി ഗായ്സ്. എനിക്ക് എൻ്റെ ഡിഗ്രി കിട്ടി. ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനില്ലേ, നോക്കൂ, 100 വാട്ട്സിൻ്റെ ബൾബ് പോലെ ഞാൻ ചിരിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ തംസപ്പൊക്കെ തന്നത്. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും കൂടി എടുത്തു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞ. ആക്ച്വലി പരിപാടി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സൊക്കെ കൂടി കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. ദാണ്ട് ഗൈസ്, ദാറ്റ് സോന, ഷീ അക്കംപനൈഡ് ശില്പ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വിശന്ന് വയറ്റിന്ന് പൂച്ചയും എലിയും എല്ലാം ചാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. എൻ്റെ കമ്മൽ ഭയങ്കര വെയിറ്റായിരുന്നു ഗൈസ്, അങ്ങനെ ഊരി. പിന്നെ നമ്മൾ മന്തി കഴിച്ചു ആസ് യൂഷ്വൽ. അങ്ങനെ ഞാൻ എല്ലാവരെയും കാണിക്കുകയാണ്. അക്ഷയുടെ മമ്മി ഉണ്ടായിരുന്നു, നമിതയുടെ ഡാഡിയും മമ്മിയും ഉണ്ടായിരുന്നു. ഇവരെനിക്ക് ഫുഡൊക്കെ സ്പോൺസർ ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ മന്തി വെട്ടി വിഴുങ്ങി. എൻ്റെ ക്യാമറയിൽ വരാൻ എല്ലാവർക്കും ഓക്വേർഡ് ആയതുകൊണ്ട് ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു ഗൈസ് എല്ലാവരും. അങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ക്യാമറ അതിൻ്റെ തനിക്കോണം കാണിച്ച് അടിച്ചു കയറി എൻ്റെ കത്തിച്ച്. അതിൻ്റെ സന്തോഷമാണ് ഗൈസ് എൻ്റെ മുഖത്തിൽ. പിന്നെ അണ്ണാക്കിലടിക്കുന്ന വെയിലായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറച്ച് നേരം എന്തിനാണെന്ന് അറിയത്തില്ല അവിടെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി പുറത്ത് നിന്നു. അങ്ങനെ ലാസ്റ്റ് ഇത്രയ്ക്കും വൈറ്റമിൻ ഡി വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് കാറിൽ കയറി. ഇതാണ് ഗൈസ് നമിതയ്ക്ക് കിട്ടിയ മൊമെൻറ്റോ. എൻ്റെ മൊമെൻറ്റോ ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൈ കൊടുത്ത് വിട്ടു. അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച് ചാകാറായത്. നമ്മുടെ മുഖത്ത് കാണാനുണ്ട്. അവൾക്ക് ഇനി ആർത്തും മിണ്ടാൻ താല്പര്യമില്ലായിരുന്നു.
അങ്ങനെ വീട്ടിൽ പോകുന്ന പ്ലാൻ ക്യാൻസലായി. തുണി കഷ്ണം വാങ്ങാനായിട്ട് പോത്തീസിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടു. അങ്ങനെ ഞങ്ങൾ പോത്തീസിൻ്റെ ബേസ്മെൻറ്റിലെത്തി. ഒരു മാസ് ലിഫ്റ്റായിരുന്നു ഗൈസ്. എനിക്ക് ഈ ലിഫ്റ്റ് കണ്ടിട്ട് ഭയങ്കര പേടിയായി. ഇത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ലിഫ്റ്റായിരുന്നു. ഞാൻ കരുതി എൻ്റെ അവസാനത്തെ ലിഫ്റ്റ് യാത്രയായിരിക്കുന്നു. കാരണം ഇത് ഭയങ്കര സ്പെഷ്യൽ എക്യുപ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡും തുറക്കും, ഫ്രണ്ട് സൈഡും തുറക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു ന്യൂ ജെൻ ടെക്നോളജിയുള്ള ലിഫ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോത്തീസിൽ എത്തി. എനിക്കറിയത്തില്ല ഗൈസ്, ഞാനിവിടെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി പല സമയത്തും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും തിരക്കാണ്. ഇതിനും മാത്രം തിരക്കിന് എന്താ പോത്തീസിലുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മളിതിങ്ങനെ ജീവിതം വെറുത്തിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണിലിട്ട ലെൻസൊക്കെ വേദനിക്കുന്നു, അവൾക്ക് ഉറങ്ങണം. അങ്ങനെ അവൾ ഡെഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ ഇഗ്നോർ ചെയ്തു. കാരണം അവൾ ആംഗ്രി മോഡാവാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സാരിയും ഈ വലിയ കമ്മലും ഒക്കെ ഇട്ട് പോത്തീസിൽ കൂടി ഇങ്ങനെ മെസ്സായി നടക്കുമായിരുന്നു ഗൈസ്. ഉള്ള കാര്യം പറയാലോ, ഒട്ടും തന്നെ ഒക്കോടല്ലായിരുന്നു. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം, ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ബ്ലൗസ് പീസ് എന്തോ ആയിരുന്നു വാങ്ങാൻ. അങ്ങനെ മെറ്റീരിയൽസൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ലടച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി റെഡി ആവാനായിട്ടിങ്ങനെ ഞാൻ പാട്ട് പാടിക്കൊടുക്കുമായിരുന്നു നമിതയ്ക്ക്. അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഗ്രാജുവേഷൻ ഡേ. അങ്ങനെ ഞങ്ങൾ ഫുള്ളി ചത്ത് ടയേർഡായി. That's it for the vlog guys. If you do like my content, like, share and subscribe. Thank you.